ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് നടത്തുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വടക്കുന്നാനെ പോയി തൊഴാറുണ്ട്. ഒരു ധൈര്യത്തിന് ഇത്തവണ നമ്മൾ ക്യാമ്പ് വെച്ചിട്ടുള്ളത് കൊളുക്കുമലയിലായിരുന്നു. ഞങ്ങൾ എപ്പോഴും KSRTC-ലാട്ടോ എല്ലാരും കൊണ്ടുപോകാറ്. അങ്ങനെ ഞങ്ങൾ മൂന്നാറെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സൂര്യനിലേക്ക് ജീപ്പ് കയറി. ശരിക്കും പ്രോപ്പർട്ടിയിലെത്തി 2 മണി കഴിഞ്ഞിട്ടാണ് ഒഫീഷ്യലി ഞങ്ങൾ ഉത്തരവാദിത്വം തുടങ്ങുക. പക്ഷെ ഞങ്ങൾ എപ്പോഴും അവരുടെ എറണാകുളം തൊട്ട് കൂടാറുണ്ട്. ഈ വരുന്ന എല്ലാവരും പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ അവർക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുക്കും. പിന്നെ ഞങ്ങളെ കുറിച്ചും താഴ്വാരത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തായിരുന്നു. എപ്പോഴും ഞാനും ശ്രീജിലും തിരിച്ചും മാത്രമാണ് ഉണ്ടാവാറ്. ഇത്തവണ ശ്രീജിലെ കാല് ഫ്രാക്ചർ ആയതുകൊണ്ട് അനൂപ് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ ക്യാമ്പിനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിം കൊണ്ടുവരാറുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ജെല്ലാവും. പിന്നെ അവിടുന്ന് നേരെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലെത്തി കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് സൺസെറ്റോട് കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് പ്രോപ്പർട്ടിയിലെത്തിയത്. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയർ ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു സൂര്യനെല്ലിയില്. പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന കുറച്ച് ഗെയിംസും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആ ക്യാമ്പ് ഫയർ അങ്ങനെ നടന്നു. പിന്നെ എല്ലാവരും അവരുടെ കഥകളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ നൈറ്റ് 3:30 വരെ കുറെ പേരിരുന്നു കേട്ടോ. വെളുപ്പിന് 4 മണി തൊട്ട് 6 ജീപ്പിലായി ഞങ്ങൾ കൊളുക്കുമലെത്തിയത്. ഇത്ര അടിപൊളിയായിട്ടൊരു സൺറൈസ് കണ്ടു കേട്ടോ. തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 11 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെക്ക് ഔട്ട് ചെയ്തു. ശരിക്കും ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം ഈ 2 ദിവസം ഇവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയും പിന്നെ ഇവർ കൊണ്ടുപോകാൻ വന്ന കുറെ മെമ്മറീസും ഇല്ലേ, അതാണ്. അങ്ങനെ ഞങ്ങൾ 4ാമത്തെ ക്യാമ്പും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരെത്തി.